ത്തന്മാരോട് നിങ്ങൾ വെറും പാഴുകളാണെന്നും നിങ്ങൾ ക്രോക്രോച്ച് ആണെന്നും പറഞ്ഞ അന്ന് പറ്റി നിങ്ങൾക്ക് ഫാൾട്ട്. അവിടുന്ന് തുടങ്ങി അന്ന് നിങ്ങൾ അത് അന്ന് മനസ്സിലാക്കണമായിരുന്നു. 3 ദിവസം കൊണ്ട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് മനസ്സിലാക്കണമായിരുന്നു. നിങ്ങൾ ജഡ്ജ് ചെയ്തത് ഇവിടുത്തെ യൂത്തിനെ ഈ ഒരു വിജയത്തിൽ ഒരു പാർട്ടിയും വന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നേടിയെടുത്ത വിജയമാണെന്ന്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. ഒരൊറ്റ കെട്ടായിരുന്നു ഇവിടെ. എന്തിനു വേണ്ടിയിട്ട് അറിയോ? ഇവിടുത്തെ യൂത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ 2K കിഡ്സ് ആണ്, 24 മണിക്കൂറും ഫോണിലാണെന്ന് പറഞ്ഞിടക്കുന്ന പിള്ളേരില്ലേ, അവരാണ് ഇതിനെ ഏറ്റെടുത്തത്, ഈ സമരത്തിനെ ഏറ്റെടുത്തത്. അവര് പുഷ്പം പോലെ പൊട്ടിച്ച് കയ്യിൽ തന്നു. പിന്നെ ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഈ വിജയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്നെ നിങ്ങൾ ഉയർത്തി കൊണ്ടുവരരുത്, എന്നെ നിങ്ങൾ ഹീറോ ആക്കരുത് എന്ന്. ഏറ്റവും വലിയ എളിമയാണത് ആ സാധനം. അതായത് ഓരോരുത്തരൊക്കെ മറ്റുള്ളവന് ചെയ്യുന്നത് ഏറ്റെടുത്തിട്ട് ഇതിന്റെ വിജയമാണെന്ന് പറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മനുഷ്യന്മാര് ഒരു സമരത്തിനെ ഏറ്റെടുത്തിട്ട് അതിനെ വിജയിപ്പിച്ച് അതിന്റെ അവസാനം എത്തി അത്രയും അഹോരത്രം കഷ്ടപ്പെട്ടിട്ട് പറയുന്നത് എന്റെ വിജയമല്ലാണ്. അതായത് സ്റ്റുഡൻസിന്റെ വിജയ, ആ മക്കളുടെ വിജയം. നിങ്ങൾ പറഞ്ഞു നീറ്റ് എക്സാം എഴുതിയിട്ട് ഒരു മനുഷ്യന്മാരും അവിടെ ഇല്ലാന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ നീറ്റ് എക്സാം എഴുതിയിരുന്നില്ല അവിടെ. അതായത് 4 വയസ്സുള്ള കുട്ടി മുതൽ 60 വയസ്സുള്ള പ്രായമായ ആളുകൾ വരെ അവിടെ ഒഴുകിയെത്തിയത് നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക്, ഭാവി തലമുറക്ക്, അത് കൊച്ചുമക്കളുണ്ടാവും, അയാൾക്ക് മക്കളുണ്ടാവും, അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാക്കാരം, അപ്പോൾ അവൻ അനിയത്തിമാർക്ക് വേണ്ടിയിട്ടാക്കാരം. പക്ഷെ ഒഴുകിയെത്തി അവിടെ ഈ യൂത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ വെച്ച് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ പല നാട്ടിലും ഇത് അനുഭവിച്ചതാണ്. നിങ്ങൾ ഇപ്പൊ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, ഇപ്പോ നമ്മളെ ഗോപിക പറഞ്ഞു അഭിജിത് ദീപ്കനെ പോലെ ഒരു മകനെ വളർത്താൻ എനിക്ക് ആഗ്രഹം. അത് എന്തുകൊണ്ട് പറയണമെന്ന് അറിയോ? ഈ അഭിജിത് ദീപ്കയ്ക്ക് ഈ BJPയുടെ മുമ്പിലൊന്ന് മുട്ടുമടക്കിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഫണ്ട് അഭിജിത്തിന്റെ കയ്യിലെത്തിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര ഇടത്ത് അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ വൃത്തിക്ക് അദ്ദേഹത്തിന്റെ കണിശമായ നിലപാടിൽ ഈ നാടിന്റെ ജനങ്ങൾക്കൊപ്പം, ഈ നാടിന്റെ മക്കൾക്കൊപ്പം നിന്നു. ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ നമ്മൾ ചേർത്ത് നിർത്തിയില്ല. ആരെയാണ് നിർത്തുക? ഇവിടെ ഒരു പാർട്ടിക്കാരും ഇത് ഞങ്ങളുടെ വിജയമാണ് തൊട്ട് ഏറ്റെടുത്തിട്ടില്ല. അത് തന്നെയാണ്, ഇതൊരു കൂട്ടായ ശ്രമമായിരുന്നു. ഇവിടെ കേരളത്തിലുള്ള പല ആൾക്കാരും ഇതിനെതിരെ സംസാരിച്ചപ്പോൾ അവരെയൊക്കെ സംഘികളും സുഡാപ്പികളും ഒക്കെ ആയ ഈ സംഘി കൂട്ടങ്ങളുണ്ടല്ലോ, സംഘി തീട്ടങ്ങള്, അവരിപ്പൊ എന്തായി അറിയാം, ഔട്ടായി. അവർ പറഞ്ഞത് ഒന്നും നടക്കൂല, അടി വാങ്ങാൻ ചെന്നു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ പറഞ്ഞത് പട്ടികൾ അടി മേടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന പറഞ്ഞത്. പക്ഷെ അവരുടെയൊക്കെ അണ്ണാക്കിലോട്ടാണ് കയറ്റി കൊടുത്തു ഈ ഒരു റിസൈനിങ്ങോട് കൂടി. ഇത് എന്തിനു വേണ്ടിയിട്ട് അറിയോ? നാളെ അവിടെ വന്നിരിക്കുന്നവന് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ഏറ്റവും നന്നായിട്ട് അവിടെ ഭരണം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡോണ്ട് ജഡ്ജ് എ യൂത്ത്.